കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ RB അസിസ്റ്റൻ്റ് പ്രിലിംസ് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. മൺഡേയും കൂടെ ഉണ്ട് എക്സാം. അപ്പോൾ എക്സാം എഴുതിയ എല്ലാവർക്കും തന്നെ അറിയാം, എക്സാം അത്യാവശ്യം ഈസി ആയിരുന്നു. അത്യാവശ്യം പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും തന്നെ ഒരു 90 എബോവ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് 95 ആയിരുന്നു. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കെല്ലാം വേക്കൻസി കുറഞ്ഞതുകൊണ്ട് ഈ കട്ട് ഓഫ് ഒരു പൊടിക്ക് മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്നാലൊരു എനിക്ക് തോന്നുന്നു ഒരു 95, 96, 90 ആ ഒരു റേഞ്ചാണ് ഏറ്റവും ബെറ്ററായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 95 മേ ബി ഒരു 96 അല്ലെങ്കിൽ 97 അതിനപ്പുറത്തോട്ട് പോകാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, പിന്നെ വേക്കൻസി ഒരുപാട് കുറവായതുകൊണ്ട് തന്നെ ആപ്ലിക്കൻസും അതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. സോ കട്ട് ഓഫ് കാര്യമായ വ്യത്യാസം, അതായത് കഴിഞ്ഞ വർഷത്തെ 95 എന്ന് പറയുന്ന കട്ട് ഓഫിനെ ഒരു കമ്പയർ ചെയ്യുമ്പോൾ കാര്യമായ വ്യത്യാസം വരത്തില്ല എന്ന് നമ്മുടെ ഒരു വിലയിരുത്തൽ. എന്നിരുന്നാൽ തന്നെയും ഒരു 95 തൊട്ട് മേളിലേക്ക് അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഒരു 93 തൊട്ട് മേളിലേക്ക് അറ്റൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരും മെയിൻസിന് പഠിച്ചു തുടങ്ങാം. മെയിൻസിൻ്റെ ഡേറ്റ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ കിടക്കുന്നത് ജൂൺ 7 ഓക്കെ, ഇന്നിപ്പോൾ ഏപ്രിൽ 12, ജൂൺ 7 മെയിൻസ് വരുന്നത്. കഴിഞ്ഞ വർഷത്തെ മെയിൻസിൻ്റെ കട്ട് ഓഫ് വരുന്നത്, ജനറൽ കട്ട് ഓഫ് നമ്മുടെ ട്രിവാൻഡ്രം റീജിയനിൽ 118 ഓക്കെ. എക്സാമിൻ്റെ പാറ്റേൺ നിങ്ങൾക്കറിയാം, മൊത്തം 200 മാർക്കാണ്. അപ്പോൾ റൗണ്ട് ചെയ്തിട്ടില്ല, 200 തന്നെയാണ് ഈ കട്ട് ഓഫ് പറയുന്നത്. ഓക്കെ, 200ൽ 118 കഴിഞ്ഞ വർഷത്തെ, അത് 2023 മെയിൻസിൻ്റെ കട്ട് ഓഫ്. OBCയിലോട്ട് വരുമ്പോഴത്തേനും അത് 113 ആവും. EWSൽ അത് 104 SC ഇതിൻ്റെ കിടപ്പില്ല. STയിൽ 83 കിടക്കുന്നത്. ഓക്കെ, ഇനി അതിന് മുമ്പത്തെ വർഷത്തെ 2022 കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ ജനറൽ കട്ട് ഓഫ് 115 ആയിരുന്നു. കട്ട് ഓഫ് ഇത്തിലൂടെ കുറവായിരുന്നു, കാരണം 2022 കുറച്ചുകൂടെ വേക്കൻസി ഉണ്ടായിരുന്നു. എനിക്കൊന്നൊരു 50 സംതിങ് കണ്ട് ട്രിവാൻഡ്രം റീജിയണിൽ വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് എൻ്റെ കട്ട് ഓഫ് ഒരു പൊടിക്ക് കുറവാണ് 115. എന്നാൽ ഈ ഒരു 115, 118 അതിൽ മാക്സിമം പേര് 120. ഓക്കെ, അതിനപ്പുറത്തോട്ട് പോകത്തില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അറിയത്തില്ല. എക്സാമിൻ്റെ ലെവലും നമ്മൾ എത്ര അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നനുസരിച്ചാണ് കട്ട് ഓഫ് വരുന്നത്. ഇനി നമുക്ക് അനാലിസിസ് നോക്കാം. തൊട്ട് മുമ്പത്തെ വർഷത്തെ അനാലിസിസ് നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പാറ്റേൺ നോക്കിയേക്കാം. ഒരു ടിപ്പിക്കൽ മെയിൻസ് എക്സാമിൻ്റെ പാറ്റേണാണ്. റീസണിങ്, ഇംഗ്ലീഷ്, ന്യൂമറിക്കൽ, ജനറൽ അവയർനെസ്, കമ്പ്യൂട്ടർ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു ക്വസ്റ്റിന് 1 മാർക്ക് വെച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ 2025 നടന്ന എല്ലാ മെയിൻസിനും കമ്പ്യൂട്ടർ അവയർനെസ്സിനകത്ത് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് അതിന് മുമ്പത്തെ വർഷമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ടാണ് കമ്പ്യൂട്ടർ അവയർനെസ് ചോദിച്ചത്. ഒരുപാട് കമ്പ്യൂട്ടർ കുറേ കീബോർഡ് ഷോർട്ട് കട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം എല്ലാവരും നല്ലോണം നോക്കണേ. അതുപോലെ ജനറൽ അവയർനെസ്സും ബുദ്ധിമുട്ടായി വരുവാണ്. ഇനി മാത്സ്, റീസണിങ്, ഇംഗ്ലീഷിൽ മാക്സിമം നിങ്ങൾ സ്കോർ ചെയ്യാം. ഓക്കെ, പിന്നെ ന്യൂമറിക്കൽ എബിലിറ്റിയും റീസണിങ്ങും നിങ്ങൾ നല്ലപോലെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യുക. ഓക്കെ, അതുപോലെ കമ്പ്യൂട്ടർ നല്ലപോലെ പഠിച്ച് സ്കോർ ചെയ്യുക. ജനറൽ അവയർനെസ്സിനായിരിക്കും എനിക്ക് തോന്നുന്നു ഡിസൈഡിങ് ഫാക്ടറായിട്ട് വരിക. ഓക്കെ, ജനറൽ അവയർനെസ്സും കമ്പ്യൂട്ടറും നന്നായിട്ട് അറിയുന്നവർ ആ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യും. ഓക്കെ, നല്ല അറ്റൻഡ് അവർക്കുണ്ടാവും. പിന്നെ കട്ട് ഓഫ് പറഞ്ഞല്ലോ 118 തൊട്ട് മുമ്പത്തെ വർഷത്തെ മെയിൻസിൻ്റെ കട്ട് ഓഫ് വന്നത്. അതിന് മുമ്പത്തെ വർഷം 115 ആയിരുന്നു. അപ്പോൾ ഇത്തവണ ഒരു 120 അതിനപ്പുറം പോകത്തില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. നമുക്ക് കാരണം മെയിൻസാണ്. പ്രിലിംസിന് വരുന്ന അത്ര അറ്റൻഡ് എന്തിനു വരത്തില്ല, മെയിൻസിന് വരത്തില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. സമയം നിങ്ങൾ നോക്കിക്കോണേ, 30 മിനിറ്റ്. ജനറൽ അവയർനെസ്സിന് 25, കമ്പ്യൂട്ടറിന് 20. ടൈം കുറവേ ഉള്ളൂ, 135 മിനിറ്റ്. അതായത് 2 മണിക്കൂർ, ഒരു 120 പിന്നെ ഒരു 15 മിനിറ്റ്, അപ്പോൾ 2.25 മണിക്കൂറാണ് എക്സാം വരിക. ഓക്കെ, ഇനി തൊട്ട് മുമ്പത്തെ വർഷത്തെ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ റീസണിങ് നോക്കിക്കോണേ. പസിൽ 1, 2, 3, 4, 5 സെറ്റ് പസിൽ. അപ്പോൾ 1, 2, 3, 4, 23 ക്വസ്റ്റ്യൻ പസിലിൽ നിന്നുണ്ടായിരുന്നു. സിലോയിസത്തിനകത്ത് ഒരു 4 ക്വസ്റ്റ്യൻ. മെഷീൻ ഇൻപുട്ട് ഔട്ട്പുട്ട് കൺഫേം ആണ്, 5 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഡാറ്റ സഫിഷ്യൻസി 4 ക്വസ്റ്റ്യൻ ഉണ്ടായി. വേർഡ് ഫോർമേഷൻ, പിന്നെ മിസ്ലേനിയസിനകത്തൊരു 3. അപ്പോൾ ഇത്രയിലാണ് നിങ്ങൾ കമാൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഡാറ്റ സഫിഷ്യൻസി അവിടെ കിടക്കട്ടെ. ഇത്രയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കമാൻഡ് ഉണ്ടെങ്കിൽ മാക്സിമം സ്കോറായി. നമ്മൾ ഇംഗ്ലീഷിലോട്ട് വരുവാണെങ്കിൽ RC 16 ക്വസ്റ്റ്യൻ. പിന്നെ കഴിഞ്ഞ സെൻറ്റൻസ് റീഅറേഞ്ച്മെൻറ്റ്, ഇതെനിക്ക് തോന്നുന്നു പാരാജമ്പിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ 21 എറർ 5 ക്വസ്റ്റ്യൻ, ഫില്ലർ 5 ക്വസ്റ്റ്യൻ, സ്റ്റാർട്ടർ 5 ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണേ, ഈ സാധനം എപ്പോഴും പണിയിട്ട റോളാണ്. ക്ലോസ് ടെസ്റ്റ്. ഇത്രയത്തിൽ കമാൻഡ് ഉണ്ടെങ്കിൽ മാക്സിമം അറ്റൻഡായി. ഇനി ന്യൂമറിക്കൽ എബിലിറ്റി നോക്കുവാണെങ്കിൽ സീരീസ് ഉണ്ടായിരുന്നു 5, DI 1, 2, 3.
3 സെറ്റ് DI, അപ്രോക്സിമേഷൻ ഒരു 5 ക്വസ്റ്റ്യൻ കിട്ടിയാൽ കിട്ടി. ഇനി Q1 Q2 കമ്പാരിസൺ, ചിലപ്പോൾ ക്വാഡ്രാറ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അരിത്തമെറ്റിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ബാക്കി അരിത്തമെറ്റിക്ക് 11 ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്പർ സീരീസ് DI അപ്രോക്സിമേഷൻ ഇപ്പോൾ എത്രയായി? 5 5 5 1 2 3 4 5 25 മാർക്ക്. അരിത്തമെറ്റിക് Q1 Q2 അരിത്തമെറ്റിക്കിനകത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ കൂടെ മാർക്ക് സ്കോർ ചെയ്ത് മാക്സിമം സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി ജനറൽ അവയർനെസ്സിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെ അനാലിസിസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 93 ഒക്കെ മേളിൽ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാവരും ഉറപ്പായിട്ടും ഇപ്പോഴേ മെയിൻസ് നോക്കി തുടങ്ങാം. ഓക്കെ, 6 മന്ത് കറണ്ട് അഫേഴ്സ്, കമ്പ്യൂട്ടർ അവയർനെസ്, അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ടോപ്പിക്കുകളല്ലേ, കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്കുകൾ, അതും നിങ്ങൾ ഫോക്കസ് ചെയ്ത് സ്കോറ് മാക്സിമം ആക്കി വയ്ക്കുക. ഒരു 120 125 അല്ലെങ്കിൽ ഒരു 130 ഒക്കെ സ്കോർ കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു ഏകദേശം ഒരു നമ്പർ പറയുകയാണെങ്കിൽ 130/5 ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 26 മാർക്ക് വെച്ച് എല്ലാ സെഷനിൽ നിന്നും കിട്ടുവാണെങ്കിൽ സെറ്റ്. എല്ലാത്തിൽ നിന്നും 26 കിട്ടുമെന്നല്ല, ഓക്കെയാണ്. ഒരു ആവറേജ് അറ്റൻഡ് ഇതായിരിക്കണം. അങ്ങനെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും, കാരണം ആ എക്സാമിന് ഏറ്റവും എളുപ്പമുള്ളത് ഇംഗ്ലീഷ് ആയിരിക്കും. ഓക്കെ, പിന്നെ കമ്പ്യൂട്ടറും അത്യാവശ്യം ഈസി ആയിരിക്കും, പക്ഷേ നമ്മൾ നല്ലപോലെ നോക്കിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഈ റീസണിങ്, ന്യൂമറിക്കബിലിറ്റി നിങ്ങൾ മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്ത് പഠിക്കണം. ഫുൾ മോക്ക് ചെയ്യാൻ സമയമില്ലെങ്കിൽ ഒരു മോക്ക് എടുക്കുക, സബ്മിറ്റ് ചെയ്യുക, രണ്ട് ക്വസ്റ്റ്യൻസ് എടുത്ത് ചെയ്ത് പഠിക്കുകയെങ്കിലും ചെയ്യണം. ഓക്കെ, പസിൽസ് ആൻഡ് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ നിങ്ങൾക്കൊരു കമാൻഡ് ഇല്ലാതെ നിങ്ങൾ എന്തായാലും ആ എക്സാം പാസ്സാവില്ല. ഓക്കെ, പിന്നെ നമുക്കിതിൽ സെക്ഷൽ കട്ട് ഓഫ് ഉണ്ട്, ഓരോ എക്സാം സെപ്പറേറ്റ് പാസ്സാവണമെന്ന് നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ഷിഫ്റ്റ്, ഇന്നിപ്പോൾ മൺഡേ എക്സാം ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും കട്ട് ഓഫ് ഏകദേശമൊക്കെ വരുമായിരിക്കും എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.